വന്താനേ നടോ തൂണ്ടക്കാരനും വന്താനേ നദികുതൈ വന്താനേ നടോ വന്താനേ നടോ തൂണ്ടക്കാരനും വന്താനേ നദികുതൈ വന്താനേ നടോ വന്താനേ നടോ തൂണ്ടക്കാരനും വന്താനേ നദികുതൈ വന്താനേ നടോ വന്താനേ നടോ തൂണ്ടക്കാരനും വന്താനേ നദികുതൈ ഉമ്മറപ്പടിക്കലും ചെന്നു നിന്നാലൊന്നി കാളയും കാട്ടവൻ മാറാപ്പാക്കേൻ 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 നദികുതൈ കാളയും കാട്ടവൻ മാറാപ്പാക്കേനൊന്നി വേലിപ്പുറമേ അവൻ പോനാനേ നദികുതൈ കാളയും കാട്ടവൻ മാറാപ്പാക്കേനൊന്നി വേലിപ്പുറമേ അവൻ പോനാനേ നദികുതൈ വേലിപ്പുറമേ അവൻ പോനാനേ നന്ദി കുന്തവും കാട്ടവൻ അരയിൽ ചുറ്റി നദികുതൈ വേലിപ്പുറമേ അവൻ പോനാനേ നന്ദി കുന്തവും കാട്ടവൻ അരയിൽ ചുറ്റി നദികുതൈ കുന്തവും കാട്ടവൻ അരയിൽ ചുറ്റി നന്ദി മേൽകൊണ്ടും കാട്ടവൻ വായിലാക്കി നദികുതൈ കുന്തവും കാട്ടവൻ അരയിൽ ചുറ്റി നന്ദി മേൽകൊണ്ടും കാട്ടവൻ വായിലാക്കി നദികുതൈ എണ്ണയും കാട്ടവൻ ഉള്ളിൽ പോയിഞ്ഞാലൊന്നി ചാമയും കാട്ടവൻ വലയിൽ കെട്ടി നദികുതൈ എണ്ണയും കാട്ടവൻ ഉള്ളിൽ പോയിഞ്ഞാലൊന്നി ചാമയും കാട്ടവൻ വലയിലാക്കി നദികുതൈ ഒപ്പുതൂടുകില കുളിക്കാരം കൊള്ളില അഴകായിട്ടല്ലോ തന്നെ ഞാൻ വളർത്തി നദികുതൈ ഒപ്പുതൂടുകില കുളിക്കാരം കൊള്ളില അഴകായിട്ടല്ലോ തന്നെ ഞാൻ വളർത്തി നദികുതൈ തോറ്റിൽ കുറയാതെ ചോദ്യം ചെയ്യാതെ ആദരിച്ചല്ലോ തന്നെ ഞാൻ വളർത്തി നദികുതൈ ചോദ്യം കുറയാതെ ചോദ്യം ചെയ്യാതെ ആദരിച്ചല്ലോ തന്നെ ഞാൻ വളർത്തി നദികുതൈ താഴി കുളങ്ങരെ താലോലം പെയ്കയിൽ താഴി പറിപ്പാനായി മോനാൻ തുമ്പി നദികുതൈ താഴി കുളങ്ങരെ താലോലം പെയ്കയിൽ താഴി പറിപ്പാനായി മോനാൻ തുമ്പി നദികുതൈ താഴി കുളങ്ങരെ താലോലം പെയ്കയിൽ താഴി പറിപ്പാനായി മോനാൻ തുമ്പി നദികുതൈ താഴി കുളങ്ങരെ താലോലം പെയ്കയിൽ താഴി പറിപ്പാനായി മോനാൻ തുമ്പി നദികുതൈ താഴി പറിച്ചതും താമ്പൂലം ചെയ്തതും
മാനത്തെ ചൂട്ടം പോയടോ, ഉണ്ണിക്കരുതല പോയടോ, 16 വയസ്സിൽ ഉറാവിൽ പോയടോ പോയി. ശക്തക്കുരുവും
കമ്പിളിയും തട്ടുകിലെ കുളിരൊക്കെ വീടു മുല തട്ടുകിലെ കുളിരൊക്കെ വീടു പോയടോ പോയടോ പറ്റിച്ചടോ പറ്റിച്ചടോ ആ മഹാഭാവി പറ്റിച്ചടോ പറ്റിച്ചടോ ഈ രാപ്പാതിര നേരത്തെ എന്താ നിങ്ങൾ എവിടെ വിളിക്കണ പോയിട്ട് എന്താ വടക്കൻ കാള തന്നെ വടക്കൻ കാള തന്നെ ഉണ്ടോ വിളിച്ചേ രണ്ടാളെ തോണോ കൂട്ടി വിളിക്കണോ രണ്ടാൾ പോയി വഴിക്ക് വരണോ പേരുകളുടെ ചന്തിയുണ്ടാ കൊടുത്തിട് ക്രമത്തിൽ വരണോ ഇത്തടോ അതന്നെ എന്താ ക്രമം കനത്തിൽ വരൂ ഇത്തടോ ഇറക്കി കൊടുക്കേ പണി കൊടുക്കണ്ട നല്ല കനം കേസ് പറ്റിയ സാധനം കൊടുത്തത് ഈ രാപ്പാതിര നേരത്തെ പാട്ടും കൂത്തും കളിയൊക്കെ ആയിട്ട് വരുന്നത് ആരാരെന്നാ ചോദിച്ചു കണ്ടിട്ട് അറിഞ്ഞില്ലടോ കണ്ടിട്ട് അറിഞ്ഞാ പിന്നെ ചോദിക്കണോ എന്റെ കയ്യിൽ ആയുധം കണ്ടിട്ട് അറിഞ്ഞില്ലടോ ഓ പലവരും പല ആയുധം കൊണ്ടുപോകുന്നുണ്ട് ഇത് മഴ വെട്ടാൻ പോകുന്നവൻ മഴ കൊണ്ടുപോകുന്നുണ്ട് ചെത്താൻ പോകുന്നവൻ ചേട്ടി കത്തിക്കൊണ്ട് ഇതിനെയൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ എല്ലാ ജാതിയും ഇപ്പൊ ചെയ്യുന്നുണ്ട് ഒന്ന് കണ്ടിട്ട് അറിഞ്ഞില്ലടോ ഒന്ന് കണ്ടിട്ട് പറഞ്ഞില്ല ആയുധം കണ്ടിട്ട് അറിഞ്ഞില്ലടോ കയ്യിൽ ആയുധം കണ്ടിട്ട് മനസ്സിലായില്ലടോ കള്ളി ആയുധം കണ്ടിട്ട് മനസ്സിലായില്ലടോ തന്റെ നാടെവിടെയാണോ ഈ സൂര്യനെ ഉദിച്ച് അസ്തമിക്കുന്നതിന് അര നാഴി അപ്പത്താണ്ടോ വളരെ അടുത്താണ് സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നതിന് അരനാഴിക അപ്പുറത്ത് വളരെ അടുത്ത് മരുന്ന് കിട്ടോ വയറ്റുന്ന പോക്കുള്ള 5-6 എന്ത് രാജ്യമാണ് മാനവരാജ്യം എല്ലാത്തിനും ഉണ്ടോ ഇഷ്ടം പോലെ ഉണ്ടോ എന്ത് രാജ്യം രാജ്യം മാനവരാജോളൂ അതന്നെ അത് ജോറായിട്ട് ദിക്ക് എവിടെയാണ് അടി മാറി അടിക്കണ്ട താൻ ഇരിക്കുന്നത് എവിടെയാണോ ഇരിക്കുള്ളൂ ബാക്കിയുള്ളവരൊക്കെ തല കുത്തിയിട്ട് അയാള് ചന്തിയിലായിരിക്കണ വീട് എവിടെയാണ് ദേശം എവിടെ ചോദിക്കും ദേശം ദേശം തന്റെ ദേശം എവിടെയാണോ അതാ നല്ല ദേശമാണ് ആശാനെ വിളിച്ചിട്ട് കൊടുക്കണ്ടാണ് ഈ ദേശം നമുക്ക് പറ്റില്ലപ്പാ അയാളെ ഉരിച്ച് കൃത്യ കാശാക്കും തന്റെ വീട് എവിടെയാണ് ചോമരുമേലാണ് ബാക്കിയുള്ളവരുടെ വീടൊക്കെ മരത്തിന്റെ മുകളില് മാത്രമേ ചോറിന്റെ മുകളിലുള്ളൂ തനിച്ച് വികടകവി നമ്മളെ ഒരുപാട് ആള് വികട കവിയാണ് ഇവിടുന്ന് വരണ ചോദിക്കും എന്നാ കേട്ടോളൂ കേട്ടോളൂ കണ്ടാൽ ചിരിച്ചു പല വീട്ടിലുഴന്ന് നടന്നും കണ്ടോർക്ക് വേണ്ടി ഉപകാരം അതീവ ചെയ്തും കൊണ്ടാടിന പുന്നര വീട് വാഴും കൊണ്ടിച്ചു പറ്റ തന്നെ ഉണ്ണിക്കോരും ഞാൻ തന്നെടോ താനിക്കതിന്റെ ഓരല് വല്ല മനസ്സിലായോ വലിക്കൊന്നും മനസ്സിലായില്ല എന്താ ഇപ്പൊ എന്ത് വരലിയോ വലിക്കും അടക്കം വിറ്റിട്ട് വരല് വലിക്കില്ലാതെ അരി മേടിച്ച് കഴിക്കണോ അതിന് വല്ലതും പഠിക്കണോടോ വല്ലതും പഠിച്ചിട്ടുണ്ടോ എന്താ പറ പറയാം കണ്ടാൽ ചിരിച്ചു പല വീട്ടിലുള്ളതെന്ന് നടന്നു കേട്ടോ അങ്ങേ വീട്ടിൽ പോ ഇളിച്ചു കാണിക്കാം വീട്ടിൽ പോ ഇളിച്ചു കാണിക്കാം അപ്പുറത്തെ വീട്ടിൽ പോ തെങ്ങി കീര മാങ്ങിയിട്ട് കൊടുക്കുക അപ്പുറത്തെ വീട്ടിൽ കീര ചക്കി കീര മാങ്ങിയിട്ട് കൊടുക്കുക കേട്ടോ അപ്പുറത്തെ വീട്ടിൽ പോവാ കുട്ടികൾക്ക് ചമയിച്ചു കൊടുക്കുക വലിയ പണിയാണോ നല്ല പണിയാണ് രാവിലെ പോകുമ്പോ വിളിച്ചിട്ട് വെക്കോളൂ വീട്ടിൽ പോയാ ചമയിച്ചു കൊടുക്കുക ചപ്പയൊലുമ്പി കൊടുക്കുക ബെസ്റ്റ് തൊഴില് നിങ്ങളെ രാവിലെ കളി കഴിഞ്ഞ് പോകുമ്പോഴേ വിളിച്ചിട്ട് വെക്കോളൂ
അല്ല സ്ഥിരമായിട്ട് ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇതുമാതിരി രണ്ടാളെ ആവശ്യമുണ്ട് ചമീച്ചു കൊടുക്കാൻ ചാണാച്ചപ്പ വരുമാനൊക്കെ വല്ലവരുണ്ട് ആവശ്യക്കാരുണ്ട് പറഞ്ഞ ആള് വന്നിട്ടുണ്ട്. തറവാട്ടിനെ പറ്റി കേട്ടോ? പറയൂ പറയൂ. കൊണ്ടിച്ച് പറ്റ തന്നെ ഉണ്ണിക്കോരും ഞാൻ തന്നെടോ. ഡോടോ വളരെ ഗ്യാതിയായിട്ട് തറവാടോ. പത്തായോ പത്തായം ഇതടോ ഇതടോ പത്തടി വേങ്ങ ഒരു പയ്യനെ കൊണ്ടുപോയിടോ. പയ്യനെ കൊണ്ടുപോയിടോ. ചെഞ്ചിയെടുത്ത് കൂട്ടാൻ വെക്കാൻ പറ്റുന്ന പട്ടാൻ കൊണ്ടുപോയി പശുവിനെ കൊണ്ടുപോയി. എന്റെ വീട് നല്ല തറപ്പുള്ള ഖ്യാതി കേട്ട വീട് തന്നെ. എന്താ പറയാ മേലിട്ട് വളരെ കാലായി ഉണ്ണിക്കോറുവിനെ സൂര്യചന്ദ്രന്മാരെയൊക്കെ കണ്ടിട്ട് കിടക്കണം. അപ്പൊ 10 അടി വേങ്ങ 10 അടി പുള്ളിപ്പൂലി ഒരു പശുവിനെ പിടിച്ചിട്ട് പോയി. അപ്പാ കുപ്പാ കുറുന്തോട്ടേക്ക് ഈ വണ്ണോലടോ തഴപ്പ്. അപ്പാ കുറുന്തോട്ടി ഈ വണ്ണുണ്ടോ തഴപ്പ്. ഞാൻ അത്രയും വലിയ തറവാടൊക്കെ വിട്ടിട്ടേ ഇങ്ങോട്ട് വരാറുണ്ട്. എന്നാ കേട്ടോളൂ. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പോരുമ്പോ ആ മഹാഭാവി ആ പരമദുഷ്ടൻ പറഞ്ഞോടോ പറഞ്ഞോടോ മഹാഭാവി 10-29 വയസ്സുള്ള 10-29 വയസ്സിന് താഴെയുള്ള അരുമയായ ഓമനയായ ഒരു കാരണം എന്തായിരുന്നു? ആ ദുഷ്ടൻ ആ മഹാഭാവി എന്റെ പുറത്ത് നോക്കി പറഞ്ഞോടോ. എന്ത് പറഞ്ഞോടോ? എടാ ഉണ്ണിക്കോൽ രാവിലെ അണിച്ച് മുഖം കഴുകി പല്ല് തേച്ച് വെള്ളച്ചോറും തൈരും കുട്ടിയുണ്ട് താക്കോലെടുത്ത് തലയിൽ കെട്ടി ചെരുപ്പെടുത്ത് ഇടുപ്പി കെട്ടി പാൽക്കിഴായെടുത്ത് കാലി കെട്ടി കളത്തി പോയി ആ പയ്യനെ കറന്നിട്ട് വരാൻ പറഞ്ഞിടോ. പണി പറഞ്ഞു എന്നിട്ട് ആ ദുഷ്ടന്റെ മുഖത്ത് നോക്കില്ലെന്ന് പറഞ്ഞ് അവിടുന്ന് പുറപ്പെട്ടതാണ്. പണി എപ്പ പറഞ്ഞോ അപ്പൊ അവിടുന്ന് സ്ഥലം വിട്ടു. ശരിയായ ആളിനെ അതുമാതിരി വല്ല പണി പറഞ്ഞാൽ പറയോ? വെള്ളച്ചോറും തൈരും കൂട്ടി ഉണ്ട്. നല്ല കാര്യം പറഞ്ഞാൽ കേൾക്കണ്ടേ? സുഖമായിട്ടുണ്ട്. പറയടോ. എന്റെ നാട്ടില് 25 വയസ്സല്ല 19 വയസ്സിന് മേലായിട്ടുള്ള കാരണവര് രാവിലെ എണിച്ചടാ ഉണ്ണിക്കോരു കുളിച്ച് പല്ല് തേച്ച് നല്ല തൈരും വെള്ളച്ചോറും കണ്ണിമാങ്ങിയും കൂടി കൃഷാന്നൊരു പിടുത്തം പിടിച്ച് പാൽക്കിടായി എടുത്ത് കയ്യിൽ പിടിച്ച് താക്കോലെടുത്ത് ഇടുപ്പിക്കെട്ട് ചെരുപ്പെടുത്ത് കാലിലിട്ട് കളത്തി പോയി പയ്യനെ കറന്നിട്ട് വരാൻ പറഞ്ഞു. അത്രേ പറഞ്ഞോളൂ. നല്ല കാര്യം പറഞ്ഞപ്പോ ഉണ്ണിക്കോറിന് നേരെ വിപരീതം. ഉണ്ണിക്കോറിന് പണി പറയാൻ പാടില്ലല്ലോ. പണി പറയാൻ പാടില്ല എന്ന് മാത്രമല്ല പണി പറയാ. അടുത്ത വീട്ടിൽ പോയി കുട്ടിക്ക് ഇത്തിരി ചമ്മീച്ച് കൊടുക്കാൻ പറഞ്ഞ ഓടും. ചാണാ ചമ്പയോ ലിമ്പി കൊടുക്കാൻ പറഞ്ഞ നല്ല പണിയല്ലോ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ തന്നെ നല്ല പണി. എപ്പോ കാരണവരുടെ പുറത്ത് മുഖത്ത് നോക്കി ഇരിക്കില്ല പറഞ്ഞ സ്ഥലം കേസ് പുറത്ത് നോക്കി എങ്ങനെ നടന്ന നാട്ടിൽ കിട്ടോ കുരുത്തം. മുഖത്ത് നോക്കില്ലെന്നും പറഞ്ഞ് പുറപ്പെട്ടാണോ? എവിടേക്കാ അവിടുന്ന് കാളിപാടം കിട്ടുന്നുണ്ടോ? കാളിപാടം കൂളിപാടത്തിന്റെ അടുത്ത്. അതേടോ അതിന്റെ അപ്പുറത്തടോ 2 കിലോമീറ്റർ അപ്പുറത്തടോ. 2 കിലോമീറ്റർ അപ്പുറം കൂളിപാടം. അതേടോ ഞാൻ അവിടെ എത്തുമ്പോഴേ ഒരു ത്രിസന്ധ്യ സമയം. നല്ല സമയമാണ്. എന്താ അറിയാ പറ്റിയ സമയം വരുന്നോട് സംഗീത കച്ചേരികള് പല വക. തനിക്ക് സംഗീതം പറഞ്ഞ വല്ലതും അറിയോ? വല്ലതും പഠിക്കണോടോ? സംഗീതത്തിനെ കുറിച്ച് വല്ല അറിയണോടോ? കേട്ടോ വരുന്നോടോ ഒരു സംഗീത കച്ചേരി ബാൻഡ് വക ഒരു വക ബാൻഡ് വാദ്യം ഒരു വക കേട്ടോ. മഞ്ചലിൽ വരുന്നോടോ ഒരു കൂട്ടര് കേട്ടോ. ഡോളിയിൽ വരുന്നോടോ ഒരു കൂട്ടര്. എന്നിട്ടേ ഈ ഉണ്ണിക്കോരിനെ നോക്കി ഒരക്ഷരം ഉണ്ടെന്നില്ലടോ. ഒറ്റ അക്ഷരം മിണ്ടില്ല. ഈ ഡോലിയിലും മഞ്ചറിലും ബാൻഡ് വാദ്യവും പറവാദ്യവും ഒക്കെ ആയിട്ട് വരുന്നത് എന്താണ്? മേലായിട്ട് വരുന്ന ചവോലടോ. മുണ്ടോടോ ചത്താലും ലോഹ്യം മറക്കോടോ. ചത്താലും ലോഹ്യം മറക്കില്ല. കാരണം ആ ചവത്തിന് കിട്ടിയാലും അപ്പൊ പുഴുങ്ങത്തിന് അവർ നിൽക്കുന്നു. തന്റെ മുത്തി വരേണ്ട പറഞ്ഞാലേ ചോദിക്കടോ ഇഷ്ടം പോലെ ഉണ്ടോ. കിഴങ്ങേരികൾ ഒരു വക
വരട് വേണിച്ച വരട്, മൂത്തത് വേണമെങ്കിൽ മൂത്തത്, എളമ്പ് വേണമെങ്കിൽ എളമ്പ്. ഇണ്ടടോ, ഇഷ്ടം പോലെ ഇണ്ടടോ. ചോദിക്കടോ. ശ്മശാനത്തിലെത്തിയില്ലേ? കുട്ടികളുടെ തലയുണ്ട്, ഇടത്തരക്കാരുടെ തലയുണ്ട്, പ്രായമുള്ളവരുണ്ട്. അപ്പൊ മൂത്തത് വരട് കിളമ്പോ ഒക്കെ കിടക്കുന്നോട് കഴിഞ്ഞേരി എന്താ ചവമടയോ? ചോദിക്കടോ, പഞ്ചം വേണ്ട ചോദിച്ചോളൂ. പോട്ടെ. എന്നിട്ട് അവിടുന്ന് എവിടേക്ക് പോയി? എന്നിട്ട് നല്ലൊരു കാര്യത്തിന് ഇറങ്ങിയിടോ. എന്നിട്ട് ഒരു വിദ്യ പഠിക്കാൻ തീരുമാനിച്ചിടോ. ഇങ്ങനെയൊന്നും വട്ടത്തിരിഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. പഠിക്കാ പറഞ്ഞു പോയി. ഇതിന് വട്ടത്തിരിഞ്ഞിടുന്ന കാര്യമില്ല. നല്ല എന്തെങ്കിലും വിദ്യകൾ പഠിച്ച് അത്യാവശ്യം നല്ല വല്ല ജോലി എടുത്തിട്ട് കഴിയാന്ന് വിചാരിച്ചു. എന്നിട്ട് വിദ്യ പഠിക്കാനായിട്ട് അങ്ങോട്ട് പുറപ്പെട്ടു. കേട്ടോടൂ. അക്കം കലർന്നൊരു ചിത്ര തുടങ്ങി തക്കത്തിൽ മെല്ലെ പുറപ്പെട്ടു ഞാനും. മാർജാരനെ തന്നെ ശകുനവും കണ്ടു. വേണ്ടുന്ന വിദ്യകളൊക്കെ പഠിച്ചു. തുളുനാട്ടിൽ ചെന്നു കുറുപ്പിനെ കണ്ടു. വേണ്ടുന്ന വിദ്യകളൊക്കെ പഠിച്ചു. നാട്ടിൽ വലുതായ ചൂണ്ടലും വാങ്ങി. ചൂണ്ടൽ മയക്കിയിട്ട് മീനും പിടിച്ചു. 50 രൂപ തിരങ്ങഴീറാക്ക്. 5 കൊണ്ടങ്ങ് പ്രാതൽ കഴിച്ചു. ചൂണ്ടലുമായി നടന്നു. നമോ നമ. വല്ല ഒരല് മനസ്സിലായോ? ഇതിന്റെ വല്ല ഒരല് വല്ല മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായല്ലോ. ഒരിക്കടെ മൂടാ മനസ്സിലായല്ലോ. നല്ല ത്രിസന്ധ്യ സമയടോ. ചിത്ര നക്ഷത്രം, കറുത്ത വാവ്, മുഴുപ്പൂരാടം എന്ന മൂന്നും കൂടി ചേർന്ന് നല്ലൊരു സമയടോ. നല്ല സമയം. മുപ്പട്ട വെള്ളിയാഴ്ച, പൂരാടം, മുഴുപ്പൂരാടം, കറുത്ത വാവ്, നല്ല വിശേഷപ്പെട്ട ദിവസം. അതേടോ, അങ്ങനെ വിശേഷപ്പെട്ട ദിവസോടോ. മുഹൂർത്തം നല്ല ഐശ്വര്യമായിട്ടുള്ള മുഹൂർത്തം. അങ്ങനെ നല്ല വിശേഷപ്പെട്ട ദിവസം നോക്കി ഇറങ്ങിയടോ. ഇറങ്ങുന്ന സമയത്ത് മാർജാരൻ തന്നെ ശകുനം കണ്ടു. അപ്പൊ തന്നെ കണക്കാക്കി ഉണ്ണിക്കൊരു എല്ലാ വിദ്യയും പഠിച്ചു. മാർജാരനാണ് കടന്നത്. എന്താണ് മാർജാരൻ? പശുക്കുട്ടിയല്ല, പറയടോ. പൂച്ചയാണോ മാർജാരൻ പറഞ്ഞ? പൂച്ചയെ ശകനം കണ്ടുപോയാലേ ആ വിദ്യ 100% പൂർത്തീകരിച്ചു. അപ്പ കണക്കാക്കാം. നീട്ടിവെക്കണ്ട. അതേടോ, ഉണ്ണിക്കൊരു കരുതിയടോ എല്ലാ വിദ്യയും പഠിച്ചു എന്നുള്ളത്. പിന്നത്തെ സംശയമുണ്ടോ? കണ്ടത് എന്താണ്? പൂച്ചയാണ് കുറുക്കെ. അത് എല്ലാ വിദ്യയും സമൂലം. എന്നിട്ടേ തുളുനാട്ടി ചെന്നടൂ. കുറുപ്പിന്റെ വീട്ടിൽ ചെന്നടൂ. എന്നിട്ട് കുറുപ്പുണ്ടാവുന്ന ചോദിച്ചിടൂ. ഉള്ളിന്ന് കുറുപ്പെത്തിയാര് ആരാ വന്നിരിക്കുന്നേ? ആരാ? കേക്കടോ. കുറുപ്പിന്റെ വീട്ടിൽ കുറുപ്പുണ്ടായിരുന്നില്ലടോ. കുറുപ്പത്തിയാര് ഞാൻ തമ്മില് ചില വിദ്യകളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്നടോ മഹാദുഷ്ട മഹാഭാവി. കേട്ടോ കുറുപ്പത്തിയാരും ഞാനും തമ്മിൽ പല വിദ്യകളും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മഹാഭാവി ദുഷ്ടം വന്നടോ. വന്നടോ നല്ലൊരു അനുഗ്രഹം തന്നടോ. വയറ് നിറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതേടോ, ആ സമയത്ത് വന്ന് നല്ലൊരു അനുഗ്രഹം തന്നടോ. ഇതിൽ വലിയ അനുഗ്രഹം വേറെ എന്ത് കിട്ടാനുണ്ടോ? എന്താണോ? നാട്ടുകാരുടെ അടിയും കൊണ്ട് കളത്രം വീട്ടിൽ ചെന്ന ചോറ് കിട്ടാതെ പോട്ടെ എന്നൊരു നല്ലൊരു അനുഗ്രഹം തന്നടോ. അനുഗ്രഹം. നാട്ടുകാരുടെ അടിയും ചൂലും ചെരുപ്പും ഒക്കെ കൊണ്ട് കളത്തരം വീട്ടിൽ പോയാൽ ചോറ് കിട്ടാതെ. കളത്തരം വീട് പറഞ്ഞാൽ അതാണ് ഭാര്യ വീട്. ഭാര്യ വീട്ടിൽ പോയി ഭാര്യ തല്ലുകൊണ്ടാൽ മതി, ചോറ് കൊടുക്കണ്ട. നല്ല അനുഗ്രഹം. അതേടോ, നല്ല അനുഗ്രഹം കിട്ടി വരുന്ന വഴിയാണോ. വാങ്ങി വരുന്ന വഴിയാണ്. സമാധാനം. അതേടോ. അതൊക്കെ പോട്ടെ. കൈതന്തരോ ഒന്നുമില്ലടോ. 5 വെല്ലുണ്ടോ? ആ കൈനട്ടോ ചോദിക്കും. 5 വെല്ലടോ. തിരിഞ്ഞു നിൽക്കാൻ പറയും. അതേടോ, കണ്ടോളൂ. താൻ വിദ്യയൊന്നും പഠിച്ചില്ലല്ലോ. തിരിഞ്ഞു നിൽക്കാൻ പറയും. തിരിഞ്ഞു നിൽക്കണോ? ഇതടോ. മായാ
അനാചാരം. ഒന്നും കാണാനില്ലല്ലോ. മായകൃഷ്ണനെയും കൂടെ നടക്കണ്ടോ? അതേടോ കുറച്ചൊക്കെ വേണ്ടടോ. പറഞ്ഞാ പറ്റില്ല. എന്താ കയ്യില്? എടോ ഒന്നുമില്ലടോ. ഇതാ കുറുപ്പിനോട് പോയി പഠിച്ച വിദ്യയാണ്. ഇതേ അടുക്കള കുളമുണ്ടോ? അകായ കുളമുണ്ടോ? അടുക്കളക്ക് പിടിക്കണോ? പിടിക്കണോ? കുളത്തിന് അടുക്കളയ്ക്ക് തന്നെ പിടിക്കും. അടുക്കളക്കുളം വേറെ എവിടേക്കാണ് പിടിക്കുക? അത് മറ്റൊന്നല്ല പറഞ്ഞത്. പറയണോ? നിങ്ങളെ മാനവർക്ക് തൊടാൻ പാടില്ല. ഞങ്ങളുടെ നാട്ടിലെ ഈ തൊടാൻ പാടാത്തത് അമ്മാരുമാരോട്. എന്താ ഇവിടെ ഇരിക്കുന്നവരൊക്കെ അമ്മാരും ഉമ്മാരുമാണ്. അങ്ങനെ മറ്റൊന്നും അല്ല. ഞങ്ങളെ ഉയർന്ന നിലയ്ക്ക് ജീവിക്കുന്നവരാണ് സമൂഹത്തിൽ. അതുകൊണ്ടാണ് ഈ അടുക്കള കുളത്തിൽ തൊടാൻ പാടില്ല. മനസ്സിലായില്ലേ? ഓട്ടെ തന്റെ കയ്യിലെ ആയുധം എന്താണോ? നല്ല കാര്യം. അതുകൊണ്ട് തന്നെ ഈ വഴിക്ക് കടന്നു പോണ്ട. ചൂണ്ടിയിടുന്ന് പറഞ്ഞിട്ട് നിന്നത്. നിനക്കൊരു പിടിച്ചോറിറക്കമില്ലേ? അന്നമായി നടനം ചെയ്യും കണ്ണമീൻ ഏട്ടമീനെ എന്നെ നീ രക്ഷിപ്പായി ഏട്ടമീൻ തമ്പുരാൻ. കലക്കി കലക്കി. എന്താ കലക്കി? ചൂണ്ടലാട്ടോ. കരയണ്ട പരമോദയ മിണ്ടാറ് മുത്തിക്കൊരു ചെളുക്കേറട. കൊടുത്തി കൊടുക്ക്. ഓ ചൂടലാട്ടോ. കരയണ്ട പരമോദയ മിണ്ടാതെ മുത്തിക്കൊരു ചെളുക്കേറ. മീൻ പിടിക്കണോ? പറയടോ. എന്തോ കുളത്തിൽ കയറി ചൂണ്ടലാട്ടിയത്. വഴി നടന്ന ക്ഷീണത്തിന് ഒരു കൊടല വെള്ളം കുടിച്ചാടുന്ന വെള്ളം കുടിച്ചാൽ ഒരു കൊടലേക്ക് വരും 9 കൊടനെ പിടിച്ചിട്ടോ. ചരക്ക് തെറ്റില്ല. വെള്ളം കുടിച്ചത് പോരാ. എന്താ പറയാ? പറയടോ. ശരി കടന്നു പോവോ? അല്ലല്ല ഇനിയുണ്ട് ചൂണ്ടലാട്ടി. ചൂണ്ടൽ ആരാ മീൻ പിടിക്കുന്നത്? ചെളുക്കേറ. പറഞ്ഞപ്പോ വഴി നടന്നിട്ട് ഒരു കൂടെ വെള്ളം കുടിച്ചു പറഞ്ഞു. ഇപ്പൊ എന്താണ്ടോ കണ്ണ മുന്നേരം മീൻ പിടിച്ചു നിൽക്കുന്നത്? തന്നോടല്ലേ ഈ കുളത്തിൽ ചൂണ്ടലാട്ടരുതേ പറഞ്ഞേ? ഈ നടന്ന ക്ഷീണത്തിന് ഒരു കൊടനെ വെള്ളം കഴിച്ചോളൂ. ശരി താൻ പടിഞ്ഞാക്കാരനല്ലേ? പറയടോ. തനിക്ക് വല്ല പാട്ടോ കളിയോ തുള്ളലോ വരും തോന്നടോ? അസാരം തുള്ളലും മറ്റും തോന്നടോ? കാണിക്കാവോ? കാണട്ടെ. Yeah.
പോയിട്ട് വരാം ശരി, അടുത്ത കൊല്ലം നേരത്തെ വാ. അടുത്ത പോലെ എന്തെങ്കിലും നല്ല കുറച്ചുകൂടി Hey
എഴുതി വെച്ചിട്ട് ചെമ്പ് കൊട്ട എന്റെ പിറ്റത്തിലാണ് കതിര് വീണ കണ്ട ചെമ്പുകൊട്ടിയിൽ എഴുതി വെച്ചിട്ടുണ്ടോ എന്റെ മുറ്റത്താണ് കതിര് വീണ ആരമുറ്റത്താണ് കതിര് വീണ കണ്ട എന്റെ മുറ്റത്താണ് കതിര് വീണ എന്റെ മുറ്റത്താണ് കതിര് വീണ ആരമുറ്റത്താണ് കതിര് വീണ കണ്ട എന്താ നോക്കുന്നു നേരത്ത് എന്റെ മിത്ര കതിര് വീണ് മിത്ര കതിര് വീണ് എന്ന് പറഞ്ഞ് നിങ്ങൾ വരുന്നത് ആരാണെന്നാ ചോദിച്ചത്? ഈ അല്ലി താമര പറഞ്ഞാലെന്ന് അറിയില്ല, നിങ്ങൾ ആരാണെന്നാ ചോദിച്ചത്? പട്ടപ്പെരുമ്പുമാരുണ്ടോ ഓരോരോ ഓട്ടം? നിങ്ങൾ കൂട്ടക്കിഴക്കന്മാരാണല്ലേ? നിങ്ങൾ എവിടുത്തെ കൂട്ടക്കിഴക്കന്മാരാണ്? മക്കളാണോ? നിങ്ങളെന്താണ്ടോ അവിടുന്ന് വരാൻ കാരണം? ഇവിടെ നല്ല പൂക്കലാക്കി പുഴുങ്ങിയതൊക്കെ അതിനെ പുഴുങ്ങിയതൊക്കെ ഉണ്ട്. ഈ രണ്ടെണ്ണം നന്നാ വെച്ച് കഴിക്കും. അങ്ങനെയും മറ്റൊന്നുമല്ല. പടിഞ്ഞാറൻ നിലയ്ക്ക് കള്ളും പുളിയില്ലാണ്ട് കിഴക്കൻ നിലയ്ക്ക് വന്ന് കള്ളും പുളിയും കുടിച്ച് വെടിയും പേരെയും കാണാമെന്ന ചെറുമക്കളാണല്ലേ? എന്നാലേ നിങ്ങൾ ഇവിടെ നിന്ന് പണിതോളണോ? അതാണ് തല പത്മനാഭ ചോരിന്റെ തലമാരി ഇരിക്കണേ. നീ ഇവിടെ നിന്ന് പണിതോളണോ? ഞാനിവിടുന്ന് പണിതോളം നമ്മളാണ്. ഞാനിവിടുന്ന് പണിയാണെങ്കിൽ എനിക്ക് തെങ്ങും തോപ്പിൽ താക്കോൽ എനിക്ക് വേണം നമ്പരാണ്. നീ ഇവിടെ നിന്ന് പണിതോളണോ? പണിയാണെങ്കിൽ കളപ്പരയിലെ താക്കോൽ എനിക്ക് വേണം നമ്പരാണ്. തെങ്ങിൻ തോപ്പത്തെ താക്കോലാണ് ചോദിച്ച് നമ്മളെ കുളപ്പരക്ക് അയക്കാണ്. ഞാൻ ഇവിടുന്ന് പണിയാണെങ്കിൽ എനിക്ക് വാഴത്തോപ്പത്തെ താക്കോൽ പണ്ണമ്പഴന്മാരിലെ ആളെ പഴം തിന്നിട്ട് തന്നെ നീ ഇവിടെ നിന്ന് പണിതോളണോ? ഞാൻ ഇവിടുന്ന് പണിയാണെങ്കിൽ കോഴിപ്പെട്ടിലെ താക്കോൽ എനിക്ക് തമ്പിലാന് കോഴി വലിയ കോഴി ഞാനിവിടുന്ന് പണിയാണെങ്കിൽ കുതിരപ്പള്ളിലെ താക്കോൽ എനിക്ക് കുതിരയായി അല്ല തമ്പിലാനിപ്പോ കുതിര പന്തിയുണ്ട്. അതാ ആനയായി കുതിരയായി ആനയായി കോഴിയായി കുഴിയായി. അതെയോ നമ്മുടെ വീട്ടിന്റെ പിന്നാലെ ഞാനിവിടെ പണിയാണെങ്കിൽ പണപ്പെട്ടിയിലെ അവിടുന്ന് വരുമ്പോഴേ പണപ്പെട്ടിയെ മേടിച്ചു പണപ്പെട്ടിയിലെ താക്കോൽ മാത്രമേ വേണ്ടൂ. അടുത്തോട് ചോദിക്കൂ. നീ ഇവിടെ നിന്ന് പണിതോളണോ? ഓ ഞാൻ അവിടുന്ന് പണിയാണെങ്കിൽ എനിക്ക് തമ്പുരാന്റെ തെങ്ങും തോപ്പത്തെ താക്കോൽ എനിക്ക് ചോദിക്കൂ. നീ ഇവിടെ നിന്ന് പണിതോളണോ? എനിക്ക് നെല്ലിപ്പത്തായിട്ട് താക്കോൽ അപ്പം പറഞ്ഞു വിട്ടേണ്ട പറഞ്ഞിട്ട് പത്തായി ഉണ്ടോ അപ്പോ തമ്മിലാണ്? ചോദിക്കുന്നതൊക്കെ തരാം. വലിയ കാര്യമാണ്. വലിയ കാര്യമാണ്. നമുക്ക് പട്ടുമണി സമയണോ എന്തോ ആവട്ടെ. നിങ്ങളുടെ പഴയ തമ്പുരാൻ വരുമോ വരില്ലെന്ന് അറിയണ്ടേ? ഞങ്ങൾക്ക് നരമ്പ് പോലെ ഒരു തമ്പുരാനുണ്ടായിരുന്നു. ഞങ്ങൾ പോരുമ്പോ അയ്യ തമ്പുരാന് പഴയ തമ്പുരാന് വളമട പുതിയ തമ്പുരാന് ചാരമട. അതന്നെ തെറ്റില്ല. ഒന്നും പറഞ്ഞാൽ പറ്റില്ല. നിങ്ങളുടെ പഴയ തമ്പുരാൻ വരുമോ വരില്ലെന്ന് അറിയണമല്ലോ. വേണ്ട മത്തങ്ങ കെട്ട് കുമ്പളങ്ങ പോലെ ഉരുള്.
അപ്പോ നിങ്ങൾക്കൊരു വെള്ളാഞ്ചേരി ഉണ്ട്. വെള്ളാഞ്ചേരിയെ പാർപ്പിച്ച് കൽപ്പന കിട്ട് പറഞ്ഞ പോലെ നടക്കാം. അപ്പമോർത്ത കാരണന്മാരെ ആടി പാടിവാ. അപ്പമോർത്ത കാരണന്മാരെ ആടി പാടിവാ. കാരണന്മാരെ ആടി പാടിവാ. അപ്പമോർത്ത കാരണന്മാരെ ആടി പാടിവാ.
തമ്പാട്ടി ഇപ്പൊ മത്തിപ്പുളിയും ചാറും കൂട്ടി വന്നങ്ങനെ വേഗം നിന്നു. നമ്മളുടെ വിളിക്കാൻ പോണ നമ്മള് വാഴ തോറ്റുവാഴ ആയിരം വാഴ പൂവാഴ ആറ്റുവാഴ തോറ്റുവാഴ ആയിരം വാഴ പൂവാഴ Venga, ahora está, 1, 2, 3, 4.
5 കോഴിയില്ലേ മകന് നിന്റെ കാര്യങ്ങളൊക്കെ വെളിച്ചത്തിലായി എന്റെ കൂടെയില് 10 പറവല്ലോ 10 കോഴി ഉണ്ടായിരുന്നല്ലോ അതിൽ 5 പറവല്ലോ 5 കോഴിയും കള്ളം കെട്ടോണ്ട് പോയത് ബാക്കി 5 പറവല്ലോ 5 കോഴിയല്ലേ അത് അമ്മയ്ക്ക് പോ ആ തമ്പുരാൻ വന്ന് കാലവല വീശും പോലെ വീശി ചെള്ളു ചെറുമീൻ എല്ലാം പിടിച്ചോണ്ടു ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ മാറണം കേട്ടോ മനസ്സിലായില്ലേ കട്ടത് വേറെ ആരുമല്ല കട്ട മുതല് അയ്യപ്പൻ കുളത്തിലുണ്ട് അമ്മ മുങ്ങിയെടുത്ത് തരും കട്ടത് വേറെ ആരുമല്ല കള്ളന്മാര് തന്നെയാണ് സാധനം അയ്യപ്പൻ കുളത്തിലുണ്ട് അമ്മ മുങ്ങിയെടുത്ത് തരും തമ്പുരാൻ വന്ന് തമ്പുരാട്ടി വന്ന് എന്താ പറഞ്ഞത് നല്ല ഉറപ്പിക്കാം തമ്പുരാൻ വന്ന മിണ്ടണ്ട വണ്ണാഞ്ചേരി പാർട്ടി ചെയ്തിരിക്കും എവിടാ കാണാനില്ലല്ലോ നിങ്ങൾ വള്ളാഞ്ചേരിയെ പാർപ്പിച്ചോ എന്നിട്ട് എന്ത് പറഞ്ഞ നമ്മുടെ സമയം നല്ല സമയം ക്ലിയർ ആയിട്ട് നടത്തിക്കളയാം ആൾക്കാരെ എവിടെ നിന്ന് കിട്ടില്ല അവരൊക്കെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചോദിച്ചത് ഇനിയും ചോദിക്കാൻ പോണത് വളരെ നിസ്സാരം ഇതേ പട്ടുപണിയല്ലേ നിവൃത്തിയില്ലല്ലോ ചോദിക്കും എന്നാലേ താനിവിടെ നിന്ന് പണിതോടല്ലേ ചെറുമളെ നെറ്റി എന്താ 10 പറ കണ്ടോ 1.5 പണി ചോദിച്ചു ആ 1.5 പണം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇതായി ചോദിക്കും താനിവിടെ നിന്ന് പണിതോളണോ ഞാനിവിടെ നിന്ന് പണിയാണെങ്കിൽ എനിക്ക് 5.5 പണം വേണം നമ്പറാണ് എനിക്കും ചെറുമയ്ക്കും കൂടെ പഴനിക്ക് പോകാനാണ് നമ്പർ പണിയാണെങ്കിൽ 25 പണം എനിക്ക് വേണം ചെറുമയ്ക്ക് മിഞ്ചി വാങ്ങാൻ എന്റെ പെരുക്കാല് 25 പണിയെ പണ്ടല്ലേ ഇത് ഇപ്പോഴല്ലല്ലോ ചോദിക്കാൻ അടുത്ത നീ ഇവിടെ നിന്ന് പണിതോളണം ഞാൻ ഇവിടുന്ന് പണിയാണെങ്കിൽ 1.5 പണം എനിക്ക് വേണം നമ്പരാണ് എന്തിനുണ്ടാത് ചെറുമയ്ക്ക് കരിമണി പോലെ വാങ്ങണം ഞാനിവിടെ നിന്ന് പണിയാണെങ്കിൽ 10.5 പണിക്ക് വേണം നമ്പരാൻ എന്തിനുണ്ടാത് ചെറുമയ്ക്ക് മുക്കുത്തി വാങ്ങാൻ നീ ഇവിടെ നിന്ന് പണിതോളണം ഞാൻ ഇവിടുന്ന് പണിയാണെങ്കിൽ 5.1 പണം എനിക്ക് വേണം നമ്പർ ഇരുമുടി കെട്ടാനോ എനിക്കും ചെറുമയ്ക്കും കൂടെ കുടി വെക്കാൻ നമ്പരാണ് ഞാനിവിടെ പണിയാണെങ്കിൽ 10 പണം വേണം നമ്പർ ചെറുമയ്ക്ക് നെക്ലസ് വാങ്ങാൻ സ്വർണത്തിനൊക്കെ വില കൂടിയില്ലേ ഞാനിവിടെ പണിയാണെങ്കിൽ എനിക്ക് 1.5 പണം വേണം കല്യാണം കഴിക്കില്ല
കല്യാണം കഴിക്കണ്ടേ നീ ഇവിടെ ഒന്ന് പണിതോളണം. പണിയാണെങ്കിൽ എനിക്ക് പത്തരപ്പണം വേണം തമ്പുരാൻ. എന്തിനുണ്ടാത്? ചെറുമിക്ക് പാസരം പണിയാ തമ്പുരാൻ. അത് നല്ല കാര്യമാണ്. ഞാൻ ഇവിടെ നിന്ന് പണിയാണെങ്കിൽ 1001 പണം എനിക്ക് വേണം തമ്പുരാൻ. എനിക്കും ചെറുമിക്കും കൂടെ ഗുരുവായൂർ പോകാൻ തമ്പുരാൻ. ആവശ്യമുണ്ട്. ഗുരുവായൂർ തുലാഭാരം നോക്കണ്ടേ അവർക്ക്? ഗുരുവായൂർ ചോദിച്ചു ഗുരുവായൂർ തുലാഭാരം നോക്കണ്ടേ? ആവശ്യങ്ങളൊക്കെ വലിയ ആവശ്യങ്ങളാണ്. മനസ്സിലായില്ലേ? ഇതൊക്കെ തന്നളയാ. പട്ടുപണിയൊക്കെ ഗംഭീരമായിട്ട് നടത്തി തരിക. ഭരണി കാണാൻ പോകുമ്പോൾ എന്തോ പോലെ ഭരണി കാണാൻ പോകുമ്പോൾ എന്ത് പൂത പോലെ കാണാൻ പോകുമ്പോൾ എന്തോ ഭരണി കാണാൻ പോകുമ്പോൾ എന്ത് പൂത പോലെ ഭരണി കണ്ടറിയുമ്പോൾ എന്ത് പൂത പോലെ ഭരണി കണ്ടു മറിയുമ്പോൾ എന്ത് പൂത പോലെ ഭരണി കണ്ടു മറിയുമ്പോൾ എന്ത് പൂത പോലെ ഭരണി കണ്ടു മറിയുമ്പോൾ കൗനം പൂവ് പൂത പോലെ ഭരണി കണ്ടു മറിയുമ്പോൾ കൗനം പൂവ് പൂത പോലെ മഴ പെയ്യാനേ വിളക്കണം. മഴ പെയ്യണം. പറ്റിച്ചോടോ പറ്റിച്ചോടോ തന്നെയുണ്ടോ വിളിച്ച് രണ്ടാളെ തോണ കൂട്ടി
ഇതടോ 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 മതില് പിടിച്ച് അങ്ങനെ പോവുക ചൊവ്വേ പണിക്ക് വരടോ ഇതടോ 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 കണ്ണെടുക്ക് പ്രവൃത്തി വരൂ ഇതടോ 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 കനത്തിന് വരൂ ഇതടോ ഇതടോ പറയടോ എന്തേ കളപ്പടി ചവിട്ടി പൊളിക്കാനും ചാടി വെക്കാനും കുളം വെക്കാനും മുതുകാമാല കാണിക്കാനും വട്ടം തിരിയാനും എന്തടോ കാരണം തന്റെ കളപ്പതി ചാവട്ടി പൊളിച്ചാൽ ചാണ് വെച്ചാൽ കുളം വെച്ചാൽ ഊതുകാമാല ചെയ്താൽ തനിക്കെന്തോ ചെയ്യണം കളപടി ചവിട്ടി പൊളിക്കാനും ചാടി വെക്കാനും കുളം വെക്കാനും ഊതുകാമാല കാണിക്കാനും എന്താണോ കാരണം പേടി എന്തിനാണോ വെച്ചത് എനിക്ക് കിടക്കാനുള്ളൂ ഞാനും കിടക്കോളൂ അടക്കോളൂ എന്റെ മണ്ണ കൂട്ടിച്ചോളൂ എന്താണോ എന്താണോ രണ്ട് പട്ടികളുണ്ട് എന്നാലേ തന്റെ നായിന്റെ വണ്ട ഉറങ്ങുന്നവരുണ്ടെങ്കിൽ കൊടുത്തിവിടെ നായകടിയം വന്നിട്ടുണ്ട് ഇവിടെ വരൂ എന്റെ കളപ്പണി ചവിട്ടി പൊളിച്ചിട്ട് ഇവിടെ വന്നിട്ട് ചാണി വെച്ചത് മുളം വെച്ചതിന്റെ അർത്ഥം എന്താ കേട്ടോളൂ എന്റെ ഒരു ചെറുമനെ നേരെ വിളിച്ചാലുണ്ടല്ലോ കേട്ടോ എന്റെ ഒരു ചെറുമന്റെ കാല് 4 അടി 5 അങ്കിലോ 3 ഇഞ്ചാണോ ചെറുവനെ കെട്ടി ഇങ്ങനെ കണ്ടെത്തി വലിക്കുക നടന്നു ചോദിക്കൂ അതൊക്കെ പോട്ടെ വട്ടത്തിൽ കാര്യം കേട്ടോ എന്റെ ഒരു ചെറുമനെ നേരെ വിളിച്ചാലുണ്ടല്ലോ വട്ടത്തിന് വരുള്ളൂ ഒരു വിഷയം വേണം പറഞ്ഞു അതേടോ അതേടോ അതൊക്കെ പോട്ടെ മണ്ണ് നിന്നതിന്റെ സാരം കേട്ടോ എന്നാ കേട്ടോളൂ എന്റെ ഒരു ചെറുമന്റെ കാല് ഇതടോ 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 എന്താണത് അന്നേ ഇറ്റിട്ട് ഒറ്റുണ്ടോ കൊമ്പ് തെളി തേടോ വല്ല ലക്ഷണം ഉണ്ടോ നോക്കിയാടോ ആ ലക്ഷണമൊക്കെ കാണുന്നുണ്ട് കേട്ടോ ആ ചില ലക്ഷണങ്ങളൊക്കെ കാണണ്ടോ പറഞ്ഞാ പറ്റില്ല ഈ പറഞ്ഞ അടയാളങ്ങളുള്ള ചെറുമക്കളൊന്നും ഇവിടെ ഇല്ല മഴ പെയ്യുന്നുണ്ട് ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ ചെറുമക്കൾ ഇവിടെ ഉണ്ടോ ഉണ്ടെങ്കിൽ പിടിച്ചോളൂ പിടിക്കണോ പിടിച്ചോളൂ പിടിക്കണോ അമ്മ കണ്ടൊരു പൊമ്മീന് അമ്മീന അമ്മീന അമ്മീന് അമ്മാൻ കണ്ടൊരു പൊന്നീന് അമ്മീന അമ്മീന അമ്മീന് അമ്മ കണ്ടൊരു പൊന്നീന് അമ്മീന അമ്മീന അമ്മീന് അമ്മ കണ്ടൊരു
ഓടി ഒളിച്ചോ എന്താ സംഗീതം കളിയച്ചോ എന്താ സംഗീതം എന്തിനാകോട് കേട്ടാലോടി രാഘോടോ കേട്ടാലോടിയല്ല തുപ്പമണ്ടാരം അല്ല മനം വരട്ടെ എന്താണ് ഒരു മനം വരട്ടിയോ പടത്തണ്ടുണ്ടോ ഒരെണ്ണുണ്ടി കൊണ്ടപ്പ അടുത്ത് നിർത്തട്ടെ ഇവിടെ ഒന്നും ആവണ്ട സംഗീതം ഇതൊക്കെ പറഞ്ഞ് എന്റെ ചെറുമക്കളൊന്നും വന്നില്ലാന്ന് അതെ എന്റെ ചെറുമക്കളെ ഒരുത്തനെ പിടിച്ചതിന്റെ സന്തോഷത്തിനെ ഒരു പാട്ട് പാടിയതാണോ പാട്ട് കേട്ടാലോടി രാഗം തന്നെ കഴുത കാമ്പോതി തന്നെ അതേടോ എന്നാലേ തന്റെ ചെറുമക്കളെ ഒരുപാട് പറ്റിയിട്ടല്ലേ പറ്റിയിട്ടുണ്ടോ ഇവിടുന്ന് താൻ ഭ്രമിക്കണ്ടോ ഈ വെള്ളപ്പാട്ടുകാര് പറഞ്ഞ പണം പറഞ്ഞ ഭ്രമാടോ ഈ പടിഞ്ഞാക്കാർക്ക് പണം പറഞ്ഞ തൃണോടോ പറ്റിക്കണ സ്വഭാവമല്ലോ നേരെ മാർക്കും ഇല്ലല്ലോ പിന്നെ അവർക്ക് ഇവിടുത്തെ പോലെ വെള്ളപ്പാട്ടുകാരെ പോലെ പറ്റിക്കുന്ന ഒരു പരിപാടി ഇല്ലടോ പറ്റിക്കാനേ പറ്റുള്ളൂ പറയടോ ചോദിക്കേ തിരുകണ്ടേ വേണ്ട പറയൂ പറയൂ ചാമത്തവിടെ നിന്നാ പിന്നെ എന്ത് വരും കളിയച്ചോ ചാമത്തവിടെ നിന്നാ എന്ത് വരും വന്നത് ചാമത്തവിടെ നിന്നും കണ്ടി വന്നു എങ്ങനെ ചോദിക്കൂ ഇവിടുത്തെ നാട്ടിലെ പോലെ നെല്ല് മാത്രമല്ലടോ ഞങ്ങളുടെ നാട്ടില് കൃഷി ചാമ തിന ഗോതമ്പ് ഇങ്ങനെ മുതലായ ഒരുപാട് കൃഷി ഇനങ്ങൾ ഉണ്ടോ കേട്ടോ നന്നാരി കിന്നാരി പല വിധം ഉണ്ടോ കേട്ടോ ചാമയുടെ പെണ്ണിന് വലിയ അളന്നത് ചാമ ഉണ്ടോ അത് കാരണമാണ് ചോദിക്കൂ ചോദിക്കൂ അടുത്താളെ വിളിച്ചു ചോദിക്കൂ അടുത്താളെ വിളിക്കൂ വെളുത്തെ പിന്നാലെ വരണം മുമ്പിലല്ല നീ പിന്നാലെ വരണം നീ എന്താ വരാൻ കാരണം നമുക്ക് രണ്ട് ആന ഉണ്ടായിരുന്നില്ലേ കേട്ടോടോ ആന വലിയ മയിലടങ്ങിയാണ് അതേടോ മുതലാളിയല്ല പിന്നെ മയിലടങ്ങി തന്നെ ചോദിക്കൂ വിശേഷപ്പെട്ട ആനയുടെ എന്താണാവോ ആനയ്ക്ക് വിശേഷം കാറ്റുകൊള്ള കൊണ്ടുപോയപ്പോ കൊതുക്കുത്തി വിഴുങ്ങി കഴുകാൻ കൊണ്ടുപോയപ്പോ കൊതുക്കൊത്തി മഴുങ്ങിയെന്ന് തമ്പുരാകട്ട വക്കാണിക്ക് പറഞ്ഞേ ഓടി വന്നാണ് ചെറുമക്കളെ പോലെ അല്ലടോ ഞങ്ങളുടെ ചെറുമക്കളെ പറഞ്ഞല്ലേ നല്ല അനുസരണയുള്ളവരടോ വേറെ കാര്യം ഈ നാട്ടിലെ പോലെ ആന ഇത്രയും കൊതു ഇത്രയല്ലടോ ഞങ്ങളുടെ നാട്ടിലെ കൊതു ഇത്രയും ആന ഇത്രയുണ്ടോ കേക്കടോ വിശേഷപ്പെട്ട ആനയടോ ആന വെക്കാൻ ആള് വേണ്ടടോ എന്താ എവിടെയാണോ തളയ്ക്കണത് കേട്ടോ ഇതൊക്കെ കളപ്പരയുടെ ഓരത്താണോ ആന മനസ്സിലായില്ലേ മനസ്സിലായി എങ്ങോട്ട് വിളിച്ചോ എങ്ങോട്ട് കേട്ടോ നേരെ വിളിച്ചാലുണ്ടല്ലോ തിരിച്ചു പോടോ ബാക്കിലേക്ക് പോടോ ആശാനെ അതിലെ കിഴക്ക് വിളിച്ച പടിഞ്ഞാടി പോകുന്നു കുയ്യാന കിഴക്ക് വിളിച്ച പടിഞ്ഞാടി പോകുന്നു കിഴക്ക് വിളിച്ച കൊത്തൻ കുഞ്ഞാലേ കുഞ്ഞാലി നമുക്ക് രണ്ട് കുറിയുണ്ടല്ലോ കുതിര 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 വല്ലം കണ്ടിട്ടോ അവിടെ കുർറ കണ്ടിട്ടില്ല കുറെ വെള്ളത്തില് തലയുടെ കൊണ്ടുപോയപ്പോ അരിഞ്ഞു പോയി തമ്പുരാനെ അവനറിയുള്ളതൊക്കെ വള്ളത്തിൽ പോകും തമ്പുരാന് കാണുകയില്ല പിന്നെ അങ്ങനെ വക്കാണിക്കണം പറയടോ ഇതൊന്നും പറഞ്ഞാൽ പറ്റില്ല നിങ്ങളുടെ പണിക്കാരൊക്കെ ഒരുപാട് പറ്റിയിട്ട് ധർമ്മക്കള് അവരെയൊക്കെ വിളിച്ചാണ് ഭ്രമിക്കണ്ടോ ഒരു പൈസ ഇല്ലാതെ തരുവോടോ വിളിക്കൂ വിളിക്കൂ എല്ലാരും വരില്ല
നീ എന്താ വാങ്ങി മുതലാളി പിന്നെ മുതലാളി പൊളിയുണ്ട് നീ എത്ര വാങ്ങിച്ചു? കൂട്ടിപ്പറ കൂട്ടിപ്പറ കുറച്ച് പറയടാ. കൂട്ടിപ്പറ നീ എത്ര വാങ്ങിച്ചടാ? നീയോടാ അപ്പണം വാങ്ങി തമ്പുരാനെ. കുറച്ച് പറയുന്നടാ, കുറച്ച് പറയുന്നടാ. കൂട്ടിപ്പറടാ കളമാരെ കൂട്ടിപ്പറ. നീ എത്ര വാങ്ങിച്ചു? ഒന്നും വാങ്ങിച്ചു തമ്പുരാനെ. നീയോടാ കള്ളച്ചടവനാണ്. എത്ര വാങ്ങിച്ചടാ? തമ്പുരാൻ വന്ന വക്കാണിക്കുമ്പോണ്ട് അവര് കമ്മിയായിട്ട് വാങ്ങിയിട്ടുള്ളൂ. കുറച്ച് പറയുന്നടാ. നീ എത്ര വാങ്ങിച്ചടാ? തമ്പുരാൻ കേട്ടാ വക്കാണിക്കുമ്പോ ഒന്നും വാങ്ങില്ല. കേട്ടോടോ, ഒന്നും വാങ്ങിച്ചില്ല കണ്ടില്ലേ? കൂട്ടിപ്പറ കൂട്ടിപ്പറ നീ എത്ര വാങ്ങിച്ചടാ? അപ്പണം തമ്പുരാൻ കാപ്പണ അരിപ്പണം വാങ്ങിയ തമ്പുരാൻ നീ എത്ര വാങ്ങിച്ചടാ? അരപ്പണം ആ കഴിഞ്ഞു കേട്ടോ കേട്ടോ, ഒന്നും വാങ്ങിച്ചില്ലടോ. കാര്യമില്ല. അത് കണക്കാക്കി ഉള്ളതിനെ തരൂ. കേട്ടോ എന്നാലേ ഈ പടിഞ്ഞാക്കാരൻ വന്ന് പറ്റിച്ചൊന്നും പറയണ്ടടോ. കേട്ടോ ഈ പടിഞ്ഞാക്കാർക്ക് പണം പറഞ്ഞ തൃണോടോ. കേട്ടോ പിടിച്ചോടു പിടിച്ചോടു. കളങ്ങും പക്ഷിക്കാശാണ്. പക്ഷി കാശാണടോ. പടിഞ്ഞാക്കാരൻ വന്ന് പറ്റിച്ചോന്ന് പറയാൻ പാടില്ലടോ. പക്ഷി കാശാണടോ. തമ്പുരാന്റെ താഴെ പോട്ട് തുറക്കണോ? കേട്ടോ പക്ഷിക്കാശാണ്. ശരിക്കും പിടിച്ചോളടോ, ശരിക്കും പിടിച്ചോളടോ. കളം കിട്ടിയില്ലേ? അതല്ലേ പറഞ്ഞ പക്ഷിക്കാശനാണ്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പറയടോ പറയടോ. തുടർന്ന നാട്ടിക്കില്ലേ കഞ്ഞി എന്നിട്ട് വേണ്ട ഇരുന്നവിടെ കിട്ടാൻ. അല്ലേ മുതലാളി? നമ്മുടെ മുതല് പോയത് തന്നെ. പറയടോ പറയടോ. അതൊക്കെ പോട്ടെ. താനിവിടെ വരുമ്പോഴേ താക്കോല് വാതിൽ ഇരുന്നു. അതെടോ ഇവിടുന്ന് ഇപ്പൊ ടെലഗ്രാം കൊടുക്കണം വീട്ടിലേക്ക്. ചുമരൊക്കെ പൊളിച്ച് വലിയ കട്ടിലെ വാതിലൊക്കെ വെക്കാൻ. ഇവിടുന്ന് ഇപ്പൊ കുളപ്പരിന്ന് ഇറക്കണമെന്നുണ്ടെങ്കിൽ തന്നെ കുളപ്പരയുടെ ഉമ്മർത്തെ ചുമര് പൊളിക്കേണ്ട കണ്ടീഷനാണ്. അതെടോ പത്തായം പോലെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ താക്കോല് പോലെ ആയിണ്ടോ. അറിയോ രാവിലെ 6 മണിക്ക് എണീച്ച് കഴിഞ്ഞ ഒരു വെട്ട് കാപ്പി വെട്ട് തട്ടില്ല. വെട്ടാണ്. അത് കഴിഞ്ഞ് നല്ലോണം ചുടുവെള്ളം മനത്തി അതിലൊക്കെ ഇട്ട് സുന്ദരിമാര് സോപ്പും പതിയും ഒക്കെ ഇട്ട് തേച്ച് കുളിപ്പിക്കാൻ അങ്ങനെ. നല്ല സുന്ദരിമാരുണ്ടല്ലോ അവിടെ. അത് കഴിഞ്ഞ് 8 മണിയാകുമ്പോ 8 മണി ടാറടിക്കുക. ആരടിക്കുന്ന അവിടെ? മുല്ലപ്പൂമാലുള്ള ഇഡ്ഡലി ഇട്ടു. വായ തുറക്കാതെ കഴിച്ചിട്ടുണ്ടോ? നേന്ത്രപ്പഴം വലുതായിട്ടൊന്നും കൊടുക്കില്ല. വലുതൊരു ആചാരം സുഖമായിട്ട് അടിച്ചു. 11 മണിയാകുമ്പോ ഒരു ഇടച്ചായ. ഇതൊക്കെ ഏത് ഹോട്ടലിലെ കാര്യമാണോ പറയുന്നത്? കേട്ടോ അന്ന് തന്നെ മറക്കണോ? ഇല്ലടോ ഒന്നും മറക്കില്ലടോ. വായ തുറക്കാതെ കഴിച്ചില്ലടോ. മറക്കില്ലടോ. വലിയൊരു ഇല വെട്ടിയിട്ടു. അതെ ആളെ കടത്താനായിരിക്കണോ? 6 വക ഐറ്റത്തോടൊക്കെ ചാപ്പാട്, 4 വക പായസം, 4 വക പ്രസവം. എന്ത് പ്രസവമാണോ അത്? മനസ്സിലായില്ലേ? 4 വക പ്രസവം. അതല്ല അവിയൽ, ഇഞ്ചിപ്പുളി, നാരങ്ങ, മാങ്ങ, പച്ചടി, കിച്ചടി, അതൊരു ഐറ്റം. വായിച്ചിട്ടുണ്ടല്ലോ. പാലട പ്രഥമൻ, പരിപ്പ പ്രസവം, ചക്കപ്രസവം, മനസ്സിലായില്ലേ? കോതമ്പ് പ്രസവം. ഇങ്ങനെ 5-6 പ്രസവങ്ങൾ വേറെ. എത്ര പ്രഥമൻ? വെറുതെ വട്ടപ്പരമ്പ് വട്ടോണ്. അതെ സുഖമായിട്ട് ഇതൊക്കെ സ്വപ്നം കാണുമ്പോ ഇഷ്ടം പോലെ കാണാലോ. ഇന്നലെ കുളക്കാറ്റ് ഇങ്ങോട്ട് കിടപ്പുണ്ട്. അതുണ്ടോ വിശപ്പുള്ളതുകൊണ്ട് നല്ല ഉറക്കം കിട്ടിണ്ടോ. എവിടെ കിടന്നാലും സുഖമായിട്ട് ഉറങ്ങണോ. എന്താ അറിയോ? വയറിലെ മൃഷ്ടാന്നമാണ്. 16 വക സദ്യയല്ലേ? വയറ്റ് തട്ടേണ്ട താമസം. സുഖമായി ഉറങ്ങി. കോട്ടെ നിങ്ങളെ കൊടുത്തില്ലേ? ഇതൊക്കെ കഴിഞ്ഞാല് 3 മണിയായാലേ വരട്ടെ. നല്ല വരട്ടി ചോറിലൊക്കെ മറ്റൊക്കെ അടിക്കുന്നല്ലോ. നാളികേര സംബന്ധി ഒരു പിടുത്തം. അത് കഴിഞ്ഞിട്ടാണ് ആളുടെ ഇരിപ്പ്. അതേടോ വായ തുറക്കാതെ കഴിച്ചിട്ടുണ്ടല്ലോ. വായ തുറക്കാതെ വരട്ടി. ഈ വരട്ടി എന്ന് പറഞ്ഞാൽ എന്താടോ? ചുമലില് മറ്റൊക്കെ അടിക്കുന്നതാണോ വരട്ടി? അതൊക്കെ പോട്ടെ. ചങ്ങാതി പോയാലേ തിന്നതേ മറക്കില്ലടോ മറക്കില്ലടോ. പോട്ടെ. ഞാനോ മറ്റേ എന്റെ നാട്ടില് വന്നാല് താൻ വന്നു കേട്ട മാത്രമേ കൊല്ലത്തും കിട്ടും. നല്ലോണം വെട്ടി വരോടോ
താൻ വന്നോന്ന് കേട്ട മാത്രമല്ലേ തന്നെ പിടിച്ച കൊളപ്പരിയിൽ എത്തുള്ളൂ. നല്ല കാറ്റാടോ, ഇവിടുത്തെ പോലെ ഒന്നല്ലടോ, നല്ല ശുദ്ധ കാറ്റാടോ. എന്നിട്ട് ആ മല വാഴിയില് 2 നെടിയല ഇല അങ്ങട് തല ഇല അങ്ങട് കൊണ്ടുവരുള്ളൂ. ഒരു തുണ്ട് മതി, ഒരു തുണ്ട് മതി. ഇരിക്കട്ടോ ഞങ്ങളുടെ നാട്ടിലെ ഇതിനൊന്നും പഞ്ചമില്ലടോ, ഇഷ്ടം പോലെ ഉണ്ടടോ. എന്നിട്ട് ആ വരിക്കപ്രാവിലെ 2 വരിപ്പഴുത്ത ചക്ക ഒരു കഷ്ണം മതിയടോ. ഇരിക്കട്ടോ, ഇഷ്ടം പോലെ ഉണ്ടടോ ഞങ്ങളുടെ നാട്ടില്. ഇതിനൊന്നും പഞ്ചില്ലടോ, ഇഷ്ടം പോലെ ഉണ്ടല്ലോ. പറയടോ. എന്നിട്ട് ആ ചക്ക ഒരു ചകിണി പോലും ഇല്ലാതെ ചോളയെല്ലാം മാറ്റി വെച്ചിട്ട് ആ ചോളയെല്ലാം പറിച്ച് ആ ഏലത്തലയ്ക്ക് അങ്ങോട്ട് കൂട്ടുവിടൂ കേട്ടോ. ആ ഇലയിൽ അങ്ങോട്ട് കൂട്ടുവിടൂ. എന്നിട്ട് 100-150 കൊട്ടത്തേങ്ങ തച്ചുടച്ച് 2 മതി പറയും. ഇരിക്കട്ടോ, എന്തിനാ കറക്കുന്നത്? ഞങ്ങളുടെ നാട്ടിൽ ഇതിനൊന്നും പഞ്ചമില്ലടോ, ഇഷ്ടം പോലെ ഉണ്ടടോ. ഞങ്ങളുടെ നാട്ടില് ഈ നായ എറിയുന്നത് തേങ്ങ ഉണ്ടാടോ. അല്ലടോ, അതേടോ സംശയം തോന്നടോ. എന്നിട്ട് ആ നാളികേരം കൊട്ടത്തേങ്ങ തച്ചുടച്ച് പല്ല് പോലെ ആക്കൂടൂ. എന്നിട്ട് ഇതിന്റെ നടുക്കങ്ങട് കൂട്ടോടോ, എന്നിട്ടേ ആ 2 കുടം തെളിത്തേൻ, കൊമ്പ് തെളിത്തേനടോ. കണ്ടില്ലേ, തേന് കണ്ടില്ലേ, കണ്ടില്ലേ? നാട്ടിലെ എല്ലാ ഇഷ്ടം പോലെ ഉണ്ടോ. അതേടോ ഇഷ്ടം പോലെ ഉണ്ടോ. ആ കൊമ്പ് തെളിത്തേൻ അങ്ങട് നടു ഇതിനെ ഒന്ന് വകഞ്ഞ് അതിന് നടുവിൽ കൊടകൊടകൊടോന്ന് ഒഴിച്ചോടോ. എന്നിട്ടേ തന്നെ അങ്ങോട്ട് പിടിച്ച് കിഴക്കോട്ട് നോക്കിയിരുന്നു, ഞാൻ അങ്ങോട്ട് പടിഞ്ഞാട്ട് നോക്കിയിരുന്നു. തന്റെ മുഖത്ത് നോക്കി തനിക്ക് ഒരു ചുളപാലം തരാതെ കൃഷ്ണോ തന്റെ വയറിട്ടും എന്റെ വയറിലിടൂ. തിന്ന തന്റെ വയറിട്ടും പാട്ട് ബെസ്റ്റ് ചരക്ക്. അതെ ചങ്ങാതി, അതൊക്കെ പോട്ടെ. പറഞ്ഞോളൂ. ഞാൻ അവിടെ വന്നാല് ഒരു 10 മണി കാലമാണ്, ഒരു 5-6 കന്ന് കിട്ടൂടോ. ചോദിക്കടോ, എന്തിനാ കുറയ്ക്കുന്നത്? ഇഷ്ടം പോലെ ചോദിച്ചോളൂ. ഞങ്ങളുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടോ. 6.5 കന്ന് മതിയോ? ഇരിക്കട്ടോ, 51 കന്ന് ഇരിക്കട്ടോ. എന്ത് കന്നടോ? വിശേഷപ്പെട്ട കന്നാടോ. ഇതിനെ മേക്കാൻ ആള് വേണ്ടടോ. രാവിലെ എണിച്ച പറക്കടോ. എന്ത് കന്നടോ? വച്ചോ കന്നടോ. ഓനെങ്കിലേ കുറച്ച് വാഴക്കന്നും വാഴക്കന്നും ചേർത്ത് കണ്ടത്തില് കൂട്ടിക്കെട്ടിട്ട് തല്ലുവാർക്ക് വാഴക്കന്നും വച്ചോക്കന്നും കിട്ടിയ നല്ല കിളിക്കാരനല്ല, കിഴിക്കാരൻ. ചോദിക്കണോ, ഇഷ്ടം പോലെ ഉണ്ടോ, എന്താ വേണ്ട ചോദിക്കണോ. പോത്ത് വല്ലതും കിട്ടുമോ? ഇഷ്ടം പോലെ ഉണ്ടോ, ചോദിക്കണോ, ഇഷ്ടം പോലെ ഉണ്ടോ. വിശേഷപ്പെട്ട പോത്തടോ. ഇതിനെ മേക്കാനൊന്നും ആള് കണ്ടോ. രാവിലെ എണിച്ച പറക്കോടൂ, തന്നെ അങ്ങോട്ട് പോടൂ. അതുപോലെ വൈകിട്ടായ തന്നെ അങ്ങോട്ട് മുളയിടൂ കേട്ടോ. തന്റെ നാട്ടിൽ പോലെ ഈ കെൽത്ത് പോത്തൊന്നും ഇല്ലടോ. ആളെ കണ്ട മാത്രം എന്ത് പോത്തടോ? ചെമ്പോത്തടോ. കൂട്ടാൻ പറ്റിയത് തന്നെ ചെമ്പോത്ത. ചോദിക്കടോ, ഇഷ്ടം പോലെ ഉണ്ടോ, ഇഷ്ടം പോലെ ഉണ്ടോ. ചോദിക്കടോ, ഇഷ്ടം പോലെ ഉണ്ടോ. 4-5 കന്ന് പൂട്ടേണ്ട കരിയടോ. ഇഷ്ടം പോലെ ഉണ്ടോ. ഒരു 5-6 ടണ്ണ് ചോദിക്കടോ. ഞങ്ങളുടെ നാട്ടിൽ കൽക്കരിയടോ. എന്താ ഇവിടെ കൊണ്ട് കുളിച്ചിട് വൈകുന്നേരം കുറച്ച് വേണേ ലിക്കോ കരിയും കൂടി ഉണ്ടോ. കുറച്ച് ഇള്ളലക്കരി ആയിക്കോട്ടെ. ആയിക്കോട്ടടോ, ഇഷ്ടം പോലെ ഉണ്ടോ. പറയടോ. ഇവിടെ നിന്ന് ഇവിടോടക്കം കേട് വരും. ഒരു നിമിഷം ഇവിടെ നിൽക്കരുത്. തന്റെ പണിക്കാരെ ഇല്ലടോ. പോകടോ. 4 മണി. Hey,
സുഖമായി പോയിട്ട് വരും.
ആ